അനീഷ് രവി സാർ ഒരു അവസരം തന്ന് എന്നെ യാതിലെങ്കിലും കേട്ടണം. അദ്ദേഹം ഒരു പട്ടിയായിട്ട് കൊര ചേച്ചി എന്ന് പറഞ്ഞാൽ കൃത്യമായി ഞാൻ കുരയ്ക്കുന്ന ഒരു അനീഷ് രവി എന്ന നടനെ പറ്റി ആ അമ്മ നിറഞ്ഞ കണ്ണുകളോട് പറഞ്ഞ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അനീഷ് രവി സാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്റെ മനസ്സിന്റെ ഒരു എന്താ പറയാ ഒരു വിഗ്രഹമാണെന്ന് വേണമെങ്കിൽ പറയാം. എന്റെ മനസ്സിനകത്ത് ജനങ്ങളെല്ലാരും ഇത് ആരുടെ, പക്ഷെ പലപ്പോഴും ഞാൻ അക്കരക്കാവിലക്കുന്നിൻ മുകളിലെ ചെമ്പരും തൊന്നു പറക്കണം. നിങ്ങൾ പ്രേക്ഷകർ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന തത്വചിന്താഗതിക്കാരനായ വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണന്റെ വീട്ടിലേക്കാണ് ഇന്നത്തെ എന്റെ യാത്ര എന്ന് പറഞ്ഞാൽ സംശയം വേണ്ട. കുറച്ച് ദാമ്പത്യ പ്രത്യയശാസ്ത്രങ്ങൾ കോമഡി രൂപേണ മനസ്സിലാക്കി വയ്ക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കും ഭാവിയിൽ എനിക്കും നല്ലത് തന്നെയല്ലേ? അല്ല, പറഞ്ഞു വരുന്നത് ഏത് മോഹനകൃഷ്ണൻ എന്ന് ഇനിയും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ കാര്യം നിസ്സാരം. കൈരളി ടിവിയിൽ 1104 എപ്പിസോഡുകൾ സംപ്രേഷണം ചെയ്ത ഏറ്റവും ദൈർഘ്യമേറിയ സീരിയൽ എന്ന ബഹുമതി സ്വന്തമാക്കിയ മലയാളം ഭാഷ കോമഡി നാടക ടെലിവിഷൻ പരമ്പരയായിരുന്ന കാര്യം നിസ്സാരം. അതിലെ മോഹനകൃഷ്ണനെയും സത്യഭാമയെയും മലയാളികൾ അങ്ങനെ അങ്ങ് മറക്കില്ലല്ലോ. അതെ, നമ്മുടെ സ്വന്തം പ്രേം നസീർ സാറിന്റെ നാട്ടുകാരൻ കൂടിയായ കലാകാരൻ അനീഷ് രവി ചേട്ടൻ. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മുടെ അനീഷ് ചേട്ടന്റെ വീട്ടിലേക്ക് തന്നെയാകുമ്പോൾ എത്തിച്ചേരേണ്ട വഴി കൂടി കൃത്യമായി അറിയണം. തിരുവനന്തപുരം പോത്തൻകോട്, നേരെ മുന്നിലേക്ക് മംഗലപുരം ചിറയിൻകീഴ്, റെയിൽവേ ക്രോസിംഗ് കഴിഞ്ഞ് ശാർക്കര ദേവി ക്ഷേത്രം, അവിടെ നിന്നും ശാർക്കര മഞ്ചാടിമൂട് റോഡ് മുന്നിലേക്ക് എത്തുമ്പോൾ ദേവി ക്ഷേത്രത്തോട് ചേർന്ന് ഇടത് റോഡ് കയറി അല്പം മുന്നിലേക്ക് എത്തിച്ചേരുന്നത് നമ്മുടെ സ്വന്തം അനീഷ് രവി ചേട്ടന്റെ വീടിന് മുന്നിൽ തന്നെ. എല്ലാവർക്കും നമസ്കാരം. അണിച്ചീസ് വേൾഡ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചിറയിൻ കീഴുള്ള നമ്മൾ മലയാളികളുടെ സ്വന്തം അനീഷ് രവി ചേട്ടന്റെ വീടിന് മുന്നിൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് വീടിന്റെ കാഴ്ചകളിലേക്ക് കടക്കണം. അതിനു മുൻപായി വഴിയിൽ വെച്ച് നമ്മളൊരു അമ്മയെ കണ്ടിരുന്നു. ഇവിടേക്ക് എത്തുവാനുള്ള വഴി ചോദിച്ചപ്പോൾ അനീഷ് രവി എന്ന നടനെ പറ്റി ആ അമ്മ നിറഞ്ഞ കണ്ണുകളോട് പറഞ്ഞ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അനീഷ് ചേട്ടനുമായി സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ച ആ അമ്മയുടെ ഇന്നത്തെ അവസ്ഥയും പറഞ്ഞ ആ വാക്കുകളും എന്തായാലും നിങ്ങൾ കൂടി കേൾക്കണം. അനീഷ് ചേട്ടനെ ഇത്രയേറെ ആരാധിക്കുന്ന ഒരമ്മ വേറെ ഉണ്ടാകില്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീടിന്റെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും കടക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. എന്റെ ഭാര്യയുടെ സ്വഭാവം നന്നായി രവീന്ദ്രൻ അംബിക ദമ്പതികളുടെ മകനായി നമ്മുടെ അനീഷ് രവി ചേട്ടൻ ഈ വീട്ടിൽ ജനിക്കുന്നു. സ്കൂൾ കോളേജ് കാലഘട്ടങ്ങൾ മുതൽ തന്നെ അമച്വർ നാടകങ്ങളിലൂടെയും മിമിക്രിയിലൂടെയും എല്ലാം തന്റെ പ്രതിഭ തെളിയിച്ച ഇദ്ദേഹം മലയാള സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും ബിരുദാനന്തര ബിരുദവും മീഡിയ കം ജേർണലിസത്തിൽ ഡിപ്ലോമയുമാണ്. തിരുവനന്തപുരത്തെ ഏറ്റവും പഴയ നാടക ട്രൂപ്പുകളിലൊന്നായ രഘുവിന്റെ നാടക യോഗത്തിൽ നാടക കലാകാരനായാണ് അനീഷ് ചേട്ടൻ അദ്ദേഹത്തിന്റെ കരിയർ ആരംഭിക്കുന്നത്. പിന്നീട് പത്മശ്രീ, സൗപർണിക, സംഘചേതന തുടങ്ങിയ പ്രൊഫഷണൽ ട്രൂപ്പുകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. രാവണ പ്രഭു, ഓവർ ബ്രിഡ്ജ്, സൂതപുത്രൻ എന്നിവ അദ്ദേഹത്തിന്റെ ജനപ്രിയ നാടകങ്ങളിൽ ചിലതാണ്. ഹൃദയത്തിൽ ഞാൻ എന്റെ സഹോദര തുല്യനായി സ്നേഹിക്കുന്ന എന്റെ അനീഷ് രവിയെ പറ്റി രണ്ട് വാക്ക് പറയാനാണ്. നമസ്കാരം, എന്റെ പേര് ശൈലജ കളമച്ചൽ. മീനമാസത്തിലെ 2ാമത്തെ വെള്ളിയാഴ്ച എന്ന് പറയുന്ന ഒരു സിനിമ ഞാനും ചിറയൻകീഴ് അനീഷ് രവി അദ്ദേഹവുമായിട്ട് ചെയ്യാനിടയായി. പക്ഷേ എനിക്ക് അടുത്ത് പരിചയപ്പെടാനുള്ള ഒരു അവസരം അന്നാണ് അദ്ദേഹത്തിന് കിട്ടിയത്. 3-4 തവണ അദ്ദേഹം ഞാനുമായിട്ട് അടുത്ത് പരിചയപ്പെട്ടു. കാരണം ഒരു ചെറിയ വേഷം, അയ്യോ ചേച്ചിക്ക് ഒരു ചെറിയ വേഷം ആയിപ്പോയല്ലോ, ഒരു വലിയ വേഷം ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു ഒരുപാട് സങ്കടം അദ്ദേഹം പറഞ്ഞു. കാര്യം ഞാൻ നല്ല സ്മാർട്ടായിട്ട് സംസാരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹം അങ്ങനെ എൻ്റെ പറഞ്ഞു കൊടുക്കാൻ. അവസാനം ഭയങ്കര തിരക്കായിരുന്നു ആ പടം റിലീസായപ്പോഴത്തേക്കും അദ്ദേഹം എൻ്റെ വന്നിട്ട് ചേച്ചി കാപ്പി കുടിച്ചോ എന്ന് ചോദിച്ചു. കാര്യം അത്ര നിറഞ്ഞ മനസ്സോടെ ഈ സിനിമാ ജീവിതത്തിൽ ഒരു വ്യക്തി എൻ്റെ അടുത്ത് ഇത്രയും നല്ല മാതിരി ഒരു തലക്കനവും ഇല്ലാതെ ചിറയൻകീഴിൻ്റെ സ്വത്തായതുകൊണ്ടായിരിക്കാം കൂടുതൽ എനിക്ക് എന്തോ എൻ്റെ മനസ്സിന്ന് ഒരു കാലത്ത് മരണം കൊണ്ട് മാത്രമേ അദ്ദേഹത്തെ എനിക്ക് മറക്കാൻ പറ്റൂ. പക്ഷേ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു റെക്കമെൻഡ് ഉണ്ട്. എപ്പോഴെങ്കിലും എനിക്ക് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പരൊന്നുമില്ല. ഇത് എപ്പോഴെങ്കിലും കാണുമ്പോഴെങ്കിലും ശൈലജ കളമച്ചൽ എന്ന് പറഞ്ഞ ആ ചേച്ചിയെ കൂടെ അദ്ദേഹം അനീഷ് രവി സാർ ഒരു അവസരം തന്ന് എന്നെ യാതിലെങ്കിലും കേട്ടണം. അദ്ദേഹം ഒരു പട്ടിയായിട്ട് കൊര ചേച്ചി എന്ന് പറഞ്ഞാൽ കൃത്യമായി ഞാൻ കുരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അതിനെനിക്ക് ഒരു മടിയും ഇല്ല. പിന്നെ അതേപോലെ അദ്ദേഹം എല്ലാവർക്കും കൊടുക്കുന്ന ശമ്പളം തന്നെ എനിക്ക് തരണമെന്നില്ല. ഒത്തിരി കുറഞ്ഞു പോയാലും എനിക്ക് വേണ്ടില്ല. പക്ഷേ ഒരു അഭിനയിക്കുന്ന സ്ഥലത്ത് തന്നെ മരിച്ചു വീണമെന്നുള്ളൊരു പാവം സഹോദരിയുടെ ഒരു അപേക്ഷയാണിത് എന്നെങ്കിലും അദ്ദേഹം വിചാരിക്കണം.
മക്കളെ വർഷങ്ങളായി ഇവിടെ പൂ കെട്ടണം ഞാനാണ്. സ്നേഹതീരം എന്ന സീരിയലിലൂടെയാണ് അനീഷ് ചേട്ടൻ ടെലിവിഷൻ രംഗത്തേക്ക് എത്തുന്നതെന്ന് അറിയാമല്ലോ. പിന്നീട് മോഹനം, സ്ത്രീ, മിന്നുകെട്ട്, ആലിപ്പഴം, മനസ്സറിയാതെ തുടങ്ങിയ സീരിയലുകളിൽ അഭിനയിച്ചു. ഇതേ സമയം തന്നെ തമിഴിലും ജനപ്രിയ സീരിയലുകളായിരുന്ന മേഖലയിലൂടെയും കെ ബാലചന്ദ്രന്റെ ശാന്തി നിലയത്തിലൂടെയും പ്രേക്ഷകർക്ക് മുന്നിലെത്തി. ശ്രീനാരായണ ഗുരു എന്ന സീരിയലിലെ ടൈറ്റിൽ വേഷത്തിന് 2005 അനീഷ് ചേട്ടന് സംസ്ഥാന അവാർഡ് ലഭിക്കുകയും ചെയ്തു. പക്ഷെ പൊന്ന് സാറന്മാരെ ഞാൻ വെറുതെ പറയല്ല. എനിക്ക് അദ്ദേഹത്തിന്റെ പറയുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ അദ്ദേഹം ബൈജു സാറും അയ്യപ്പ ബൈജു എന്നാണ്. അവർ രണ്ടുപേരും മാത്രമേ എനിക്ക് കൂടുതൽ എൻ്റെ അടുത്ത് ഇടപഴകി എനിക്ക് സംസാരിക്കാനും അവരുമായിട്ട് ഇടപഴകാനും അവസരം കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഒരു തലക്കനവും ഇല്ലാത്ത മറ്റുള്ളവരൊക്കെ ഞാൻ തിയേറ്ററിൽ മാത്രമേ, സ്ക്രീനിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത് അങ്ങനെയല്ല. എൻ്റെ അടുത്ത് എൻ്റെ അമ്മ പ്രസവിച്ച ഒരു കൂടപ്പിറപ്പിൻ്റെ ഒരു സ്ഥാനത്തോടുകൂടി വളരെ സ്നേഹത്തോടെ എനിക്ക് എന്നെ അത്രയും കാര്യമായിട്ട് നോക്കി അതെനിക്കൊരിക്കലും മറക്കാൻ പറ്റൂല. സത്യം, അത്രയും ഒരു അവസരം എനിക്ക്, അതുകൊണ്ട് അദ്ദേഹം എനിക്കൊരു അവസരം തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ മരിക്കണേന് മുമ്പ് സാധിച്ചാൽ മതിയായിരുന്നു ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതേപോലെ അദ്ദേഹം ഒരു 150 വയസ്സ് വരെയെങ്കിലും അദ്ദേഹം നല്ല ഓടി ചുണക്കുട്ടനായിട്ട് ജീവിച്ചിരിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഏത് മേഖലയും അനായാസം വഴങ്ങുമെന്ന് തെളിയിച്ചുകൊണ്ട് സെലിബ്രിറ്റികളെ അഭിമുഖം ചെയ്യുന്നതിനും വിവിധ റിയാലിറ്റി ഷോകളുടെ വിധികർത്താവായതിനും പുറമെ അടിപൊളി സ്വാദ്, തില്ലാന, സിറ്റി ഗേൾസ്, ഒരു നുണക്കഥ തുടങ്ങിയ ഷോകളിലെ അവതാരകനായും അനീഷ് ചേട്ടൻ മലയാളികൾക്ക് മുന്നിലെത്തി. ക്യാമ്പസ് കളേഴ്സ്, കുക്കുംബർ സിറ്റി, എരിവും പുളിയും തുടങ്ങിയ ഷോകളും അദ്ദേഹം ഹോസ്റ്റ് ചെയ്തിരുന്നുവല്ലോ. താരോത്സവം, സുന്ദരി നീയും സുന്ദരൻ ഞാനും, ഒപ്പം സ്കിറ്റുകളിലൂടെയും സംഗീതത്തിലൂടെയും എല്ലാം തന്റെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഭ്രമമാണു പ്രണയം, വെറും ഭ്രമം. ജനങ്ങളെല്ലാരും ഇത് ആരുടാ. പക്ഷെ പലപ്പോഴും ഞാൻ പലർക്കും ഫോട്ടോ വേണമെന്നുള്ളപ്പോൾ ഞാനും സാറും കൂടെ ഒന്ന് അഭിനയിച്ചതിൻ്റെ ഫോട്ടോയൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കാര്യം അങ്ങനെയെങ്കിലും ഒരു അവസരം എനിക്ക് കിട്ടട്ടെ എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ്. പിന്നെ അതിനുള്ള വ്യാജിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് പലതും മാറി ഇതുവരെ എനിക്കൊരു അവസരം കിട്ടിയില്ല. പിന്നെ സീരിയൽ എന്ന് പറയുന്നതിൽ ഞാൻ ഇതുവരെ ഒരു വേഷം ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും എനിക്ക് അദ്ദേഹത്തെ ഒരിക്കലും, ഞാൻ മരിക്കുന്ന സമയം വരെ അദ്ദേഹത്തെ എനിക്ക് മറക്കാൻ പറ്റില്ല. അനീഷ് രവി സാറെന്ന് പറഞ്ഞാൽ അദ്ദേഹം എൻ്റെ മനസ്സിൻ്റെ ഒരു വിഗ്രഹമാണെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ മനസ്സിനകത്ത് ഫാമിലിയെ നന്നായിട്ട് അറിയാമോ? ഇല്ല, അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ പറ്റിയോ അദ്ദേഹത്തെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയോ അദ്ദേഹത്തിൻ്റെ വേറെ പൂർവ്വചരിത്രമോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്നോട് ഇടപഴകിയ മണിക്കൂർ അത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റിയ ഒരാളതല്ല. കാര്യം അത്രയ്ക്ക് നല്ല ഈ അനീഷ് രവി എന്ന് പറഞ്ഞ ആൾ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഞാൻ ഒരു പുല്ലാണ്, അദ്ദേഹം ഒരു ചന്ദനമരമാണെങ്കിൽ. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം ഞാനും അദ്ദേഹമായിട്ടുള്ള മണിക്കൂറുകളൊക്കെ എനിക്ക് തന്ന സ്നേഹം അത് എനിക്ക് താങ്ങാവതല്ല. സത്യം, അത്രയാണ്. അനീഷ് രവി മോനെ എനിക്ക് അടുത്തറിയാമെന്ന് ഞാൻ ഉറച്ച് വിളിച്ചു പറയും. ചിറയൻകീഴത്തെ അനീഷ് രവി സാറും എനിക്ക് ഞാൻ ഉള്ള മണിക്കൂറുകളാണെങ്കിലും അദ്ദേഹം എൻ്റെ ഒരു കൊച്ചനുജൻ്റെ ഒരു സ്ഥാനം ഞാൻ എൻ്റെ മനസ്സിൽ കൊടുത്തു പോയി. അത് മരിക്കുന്നവരെ അങ്ങനെയാണ്. അപ്പം ഇനി ഒരു അവസരത്തിൽ എപ്പോഴെങ്കിലും കൊച്ചു വേഷമായാലും വലിയ വേഷമായാലും ഒന്നുമില്ല ചേച്ചി ഒന്ന് വന്ന് ഒരു 2 വാക്ക് പറഞ്ഞിട്ട് പോകണം എന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹം വിളിച്ചാൽ നിറഞ്ഞ മനസ്സോടെ ഞാൻ ഓടിയെത്തും. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ. അദ്ദേഹത്തിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഹാരം വേണോ? വിവിധ സാമൂഹികവും കുടുംബപരവുമായ വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ദൈനംദിന എപ്പിസോഡുകളിലൂടെ പരമ്പരാഗത മൂല്യങ്ങളിലും ആധുനിക ചിന്തകളിലും വേരൂന്നിയ വൈരുദ്ധ്യാത്മക വീക്ഷണകോണുകളെ നർമ്മത്തിൽ ചാലിച്ച് കാര്യം നിസ്സാരമെന്ന പരമ്പര മുന്നോട്ടു പോയപ്പോൾ ഒരു ദാമ്പത്യത്തിൽ പ്രത്യയശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ എങ്ങനെ നിലനിൽക്കുമെന്ന് അനീഷ് രവി എന്ന കലാകാരൻ മോഹനകൃഷ്ണൻ എന്ന കഥാപാത്രത്തിലൂടെ കാണിച്ചു തന്നപ്പോൾ മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചത് കഥാപാത്രത്തിനൊപ്പം ആ കലാകാരനെ കൂടിയായിരുന്നു. പരമ്പരകളിലൂടെ മാത്രമല്ല സിനിമകളിലൂടെയും ഒത്തിരി നല്ല കഥാപാത്രങ്ങളുമായി അനീഷ് രവിചേട്ടൻ നമുക്ക് മുന്നിൽ എത്തണമെന്ന് ഞാൻ ഉൾപ്പെടുന്ന പ്രേക്ഷകർ നന്നായി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യാത്ര അവസാനിക്കുന്നില്ല. ഇവിടെ നിന്നും സിനിമാ ലോകം കണ്ട അസാമാന്യ നടി സൗന്ദര്യവും അഭിനയവും ഒരുമിച്ചപ്പോൾ അതൊരു അത്ഭുതമായി തന്നെ മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാകാം ഒത്തിരി കഥാപാത്രങ്ങളെ ബാക്കിയാക്കി അവർ നമ്മെ വിട്ടുപോയതും. അപ്പോൾ നടിയുടെ വീടും അടക്കം ചെയ്ത ഇടവും എല്ലാമായി അടുത്ത വീഡിയോയിലൂടെ കാണാൻ പോകുന്ന വിശേഷങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്തൊപ്പം കൂടിക്കോ. അതുവരെ ശുഭദിനം.
ഒന്ന് നോക്കടി മാതേ ആ പാലമരത്തിന്റെ ചോട്ടിൽ അക്കരക്കാവിലെ കുന്നിൻ മുകളിലെ ചെമ്പരുന്തൊന്നു പറക്കണുണ്ട് ചേലിൽ പറന്നു നടക്കും പരുന്തിന്റെ അഴകൊന്നു കാണടി മാതേ.